ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ തുടക്കം മുതലേ പ്രവർത്തിച്ചിരുന്ന ഒരു ബയോഫഞ്ചിസൈഡ് യൂണിറ്റ്. ഇവിടെ ഏറ്റവും ആദ്യം തുടങ്ങിയ ഡെമോൺസ്ട്രേഷൻ യൂണിറ്റുകളിലൊന്നാണ് ഇവിടുത്തെ ബയോഫഞ്ചിസൈഡ് യൂണിറ്റ് അഥവാ ജൈവ കുമിൾനാശിനി യൂണിറ്റ്. ഇത് ഒരു ഹരിത എന്നുള്ള SHGകൾ, അതായത് നമ്മൾ ഇവിടെ നിന്ന് പരിശീലനം കൊടുത്ത സ്വയം തൊഴിൽ സംരംഭങ്ങളായ സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പാണ് ഈ ഒരു ബയോഫഞ്ചിസൈഡ് ലാബിൽ പ്രവർത്തിച്ചു വരുന്നത്. ഇവർക്ക് വേണ്ട സാങ്കേതിക സഹായവും ഇത് നിർമ്മാണത്തിനുള്ള എല്ലാ ട്രെയിനിങ്ങും കൃഷി വിജ്ഞാന കേന്ദ്രം നൽകി ഇവർക്കൊരു സ്വയം തൊഴിൽ സംരംഭം എന്ന നിലയിൽ കൊണ്ടുപോകാനായിട്ട് കൃഷി വിജ്ഞാന കേന്ദ്രത്തോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റാണിത്. കോട്ടയം ജില്ലയിലെ കർഷകർക്കും സമീപ ജില്ലകളായ ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം എന്നീ ജില്ലകളിലെ കർഷകർക്കും ഇവിടുത്തെ സേവനങ്ങൾ പ്രയോജനപ്പെടുന്നു. കർഷകർക്ക് പുറമെ കൃഷിഭവനുകൾ, എക്കോ ഷോപ്പുകൾ, അഗ്രോ സർവീസ് സെന്ററുകൾ എന്നിവയും ഇവിടെ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നു. ജൈവ കുമിൾനാശിനികളായ സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ എന്നിവയും AMF അഥവാ മൈക്കോറൈസയുമാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ടാൽക്കം പൗഡർ ഉപയോഗിച്ച് പൊടി രൂപത്തിലാണ് ഇവ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. സസ്യരോഗ നിയന്ത്രണത്തിന് ജൈവ കുമിൾനാശിനികളുടെ ഉൽപ്പാദനം ഏറെ പ്രാധാന്യമുള്ളവയാണ്. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ട്രൈക്കോഡെർമയും സ്യൂഡോമോണാസും. മണ്ണിലൂടെ പടരുന്ന ഒട്ടനവധി രോഗങ്ങളെ ചെറുക്കുന്നുവെന്നാണ് ട്രൈക്കോഡെർമ. സ്യൂഡോമോണാസ് ആകട്ടെ സസ്യ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഒന്നുകൂടിയാണ്. സ്യൂഡോമോണസ് വിത്ത് പരിചരണത്തിനും വേര് പരിചരണത്തിന് മണ്ണിലൊഴിക്കാനും ചെടികളിൽ തളിക്കാനും ഉപയോഗിക്കാം. കിങ്സ് ബി എന്ന ലായനി രൂപത്തിലുള്ള വളർച്ചാ മാധ്യമത്തിലാണ് സ്യൂഡോമോണസ് ലാബിൽ വളർത്തുന്നത്. ഇതിനായി നന്നായി അണുവിമുക്തമാക്കിയ മാധ്യമത്തിലേക്ക് സ്യൂഡോമോണസിന്റെ കൾച്ചർ നോക്കുലേറ്റ് ചെയ്യുന്നു. ലാമിനാർ എയർഫ്ലോ ക്യാബിനറ്റ് എന്ന അണുവിമുക്തമായ ക്യാബിനറ്റിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. പിന്നീട് മാധ്യമത്തിൽ വർദ്ധിക്കാനായി ഇത് 3 ദിവസത്തേക്ക് മാറ്റിവെക്കുന്നു. പൂർണ്ണ വളർച്ച എത്തിയ ശേഷം ടാൽക്കം പൗഡറുമായി നന്നായി യോജിപ്പിക്കുന്നു. ഇവ പിന്നീട് 1 കിലോ, 1/2 കിലോ പാക്കറ്റുകളായി നിറച്ച് സീൽ ചെയ്യുന്നു. മണ്ണിലൂടെ പകരുന്ന കുമിൾ രോഗങ്ങളെ വളരെ ഫലപ്രദമായി നിയന്ത്രിക്കുവാൻ കഴിവുള്ള മിത്രകുമിളാണ് ട്രൈക്കോഡെർമ. ഈ കൾച്ചർ 9:1 എന്ന അനുപാതത്തിൽ ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതത്തിൽ വർദ്ധിപ്പിച്ചാണ് ഉപയോഗിക്കേണ്ടത്. പൊട്ടാറ്റോ ടെക്സ്ട്രോസ് ലായനിയിലാണ് ട്രൈക്കോഡെർമ ലാബിൽ കൾച്ചർ ചെയ്യുന്നത്. ഇതിനായി അണുവിമുക്തമാക്കിയ പൊട്ടാറ്റോ ട്രെക്ടോസ് ലായനിയിലേക്ക് ലാമിനാർ എയർഫ്ലോ ചാമ്പറിൽ വെച്ച് ട്രൈക്കോഡെർമയുടെ തന്തുക്കൾ മുറിച്ചോ വിത്തുകൾ നിക്ഷേപിക്കുകയോ ചെയ്യുന്നു. ഇവ പൂർണ്ണ വളർച്ച കൈവരിക്കുവാൻ മാറ്റിവെക്കുന്നു. പച്ച നിറത്തിലുള്ള വിത്തുകൾ മാധ്യമത്തിന് മുകളിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഇവ ടാൽക്കം പൗഡറുമായി യോജിപ്പിച്ച് വെക്കുന്നു. ഇതിനുശേഷം 1/2 കിലോ, 1 കിലോ പാക്കറ്റുകളാക്കി നിറയ്ക്കാം. പ്രധാന സസ്യമൂലകങ്ങൾ മണ്ണിൽ ലഭ്യമാക്കാൻ കഴിവുള്ളവയാണ് സൂക്ഷ്മാണുവളങ്ങൾ. അന്തരീക്ഷത്തിലെ നൈട്രജനെ വലിച്ചെടുത്ത് ചെടികൾക്ക് സ്വീകരിക്കാൻ കഴിയുന്ന അമോണിയ രൂപത്തിലാക്കി നൽകുന്ന സൂക്ഷ്മാണുവാണ് അസോസ്പൈറില്ലം. ഫോസ്ഫറസ് ബാക്ടീരിയയാകട്ടെ മണ്ണിലടങ്ങിയിരിക്കുന്ന ഫോസ്ഫേറ്റിനെ ചെടികൾക്ക് വലിച്ചെടുക്കാവുന്ന രൂപത്തിലാക്കി നൽകുന്നു. ഇവയുടെ ശരിയായ ഉപയോഗം മൂലം രാസവള പ്രയോഗം കുറയ്ക്കാൻ സഹായിക്കും. മൈക്കോറൈസ അഥവാ AMF എന്ന ജീവാണു ഒരു ടോണിക്കായി പ്രവർത്തിക്കുന്നതിനു പുറമെ മണ്ണിലൂടെ പടരുന്ന കുമിൾ രോഗങ്ങളെ നിയന്ത്രിക്കുന്നു. പച്ചക്കറി തടത്തിൽ 3 ഗ്രാം എന്ന തോതിലും കിഴങ്ങുവർഗ വിളകൾക്ക് 50 ഗ്രാം വീതവും അടിവളമായാണ് മൈക്കോറൈസ നൽകേണ്ടത്. പെർലൈറ്റ്, ചാണകപ്പൊടി, മണ്ണ് എന്നിവ അടങ്ങിയ മിശ്രിതം അണുവിമുക്തമാക്കിയ ശേഷം ചോളത്തിന്റെ വിത്ത് വിതയ്ക്കുന്നു. അതിനുശേഷം പ്രധാന മൂലകമായ നൈട്രജനും പൊട്ടാഷും സൂക്ഷ്മ മൂലകങ്ങളും കൃത്യമായ ഇടവേളയിൽ പത്രപോഷണം നടത്തുന്നു. 65-ാമത്തെ ദിവസം ചോളത്തിന്റെ കടഭാഗം മുറിച്ചു മാറ്റിയ ശേഷം വേരും മാധ്യമവും നന്നായി യോജിപ്പിച്ച് പാക്ക് ചെയ്യുന്നു. സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, AMF അഥവാ മൈക്കോറൈസ, അസോസ്പൈറില്ലം, ഫോസ്ഫോബാക്ടീരിയ എന്നിവയുടെ വ്യാപകമായ ഉൽപാദനം കോട്ടയം കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ബയോഫഞ്ചിസൈഡ് പ്രൊഡക്ഷൻ ലാബ് അഥവാ ജൈവ കുമിൾ നാശിനി നിർമ്മാണ യൂണിറ്റിൽ നടന്നുവരുന്നു. ഇത് ജൈവ കൃഷിയിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന കർഷകർക്ക് അനുഗ്രഹമാവുകയാണ്. കേരളം ഇന്നിപ്പോൾ ജൈവ കൃഷിയിലേക്ക് പോകുമ്പോൾ ഏറ്റവും അധികം നമ്മുടെ പരിസ്ഥിതിക്ക് യോജിച്ചതായിട്ടുള്ള
ജൈവ ജീവാണുവളങ്ങൾ അതേപോലെ തന്നെ കുമിൾനാശിനികളൊക്കെ തന്നെ ഉണ്ടാക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. ധാരാളമായി ഇതിന് ഡിമാൻഡുമുണ്ട്. ആ ഒരു രീതിയിൽ ഈ ഒരു യൂണിറ്റ് വളരെ ശക്തമായി ഇവിടെ പ്രവർത്തിക്കുകയും ഇതിൽ നിന്ന് വനിതകൾക്ക് ഒരു സ്വയം തൊഴിൽ സംരംഭമായിട്ടും അതുപോലെ തന്നെ നമുക്ക് അവരുടെ ഒരു സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാവുന്ന രീതിയിലാണ് ഈ ഒരു യൂണിറ്റ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത്.